പാലക്കാട് MLA എവിടെ എന്നുള്ള ചോദ്യം അതിങ്ങനെ നിലനിൽക്കുന്നു. പാലക്കാട് MLA തിരികെ പാലക്കാട് എത്തിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടി വേദികളിൽ വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസ്. പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന DCCകൾക്ക് നിർദ്ദേശം നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായി സൂചന. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചു. രാഹുലിന്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്തും ഷഫീദ് റാവുത്തറും നിഖിൽ പ്രമേശും KV ജയശങ്കറും ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് അങ്ങനെ നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ ആ യുവതി നൽകിയത്. എന്തായാലും ഈ പരാതി നേരിടുന്ന രാഹുലിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള മറ്റു നടപടികളിലേക്ക് ഇനി കടക്കാനാണ് സാധ്യത? പ്രവിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പാർട്ടി വേദികളിൽ നിന്ന് പൂർണ്ണമായും വിലക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇന്നലെ ഈ നിർദ്ദേശം പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. DCC തലത്തിൽ ഈ നിർദ്ദേശം വൈകാതെ പോകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. പാർട്ടി വേദികളിൽ പങ്കെടുക്കാനോ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തെ അനുവദിക്കരുത്. അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. നേരത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്ത ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിവിധ വേദികളിലും ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളിലും മറ്റും സജീവമായി പങ്കെടുത്തിരുന്നു. എന്നാൽ ഇനി അത്തരമൊരു നിലപാട് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. ജാമ്യം, ഈ ലൈംഗിക പീഡന പരാതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി വേദികളിൽ നിന്ന് കുറേ കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തണമെന്ന നിർദ്ദേശമാണ് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നത്. ഇതിന് കാരണം ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ ഗുരുതരാവസ്ഥ തന്നെയാണ്. ഇത്തരമൊരു ഇനിയിപ്പോൾ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയാണെങ്കിൽ പോലും ഇത്തരം പരാതികൾ ഒരു MLA പറ്റി, കോൺഗ്രസ് നേതാവിനെ പറ്റി ഉയരുന്നത് പാർട്ടിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ പാർട്ടി വേദികൾ സജീവമായി പങ്കെടുക്കാൻ അനുവദിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന നിർദ്ദേശം എന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇന്നലെ സംസ്ഥാനത്തെ വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഹൈക്കമാൻഡ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി വേദികളിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. അത്തരമൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ശ്രീജിത്താണ് കോൺഗ്രസിലെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിൽ തന്നെ ഒരു ഭിന്നതയുണ്ട് ഈ വിഷയത്തിൽ. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.